24 students calculate as 40. ഒരു 27 സ്റ്റുഡന്റിന്റെ മാർക്ക് എടുത്തിട്ട് ആവറേജ് നോക്കുമ്പോൾ 40 ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ബാക്കി എന്താ? ബട്ട് ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് മാർക്സ് ഓഫ് ഓൺ സ്റ്റുഡന്റ് ഹാഡ് ബീൻ entered wrongly as 48 instead of 62 and of another as 74 instead of 36. Find the correct average. എന്തായിരുന്നു സംഭവം? ഒരു 24 സ്റ്റുഡന്റിന്റെ ആവറേജ് എടുത്തപ്പോൾ 40 ഉണ്ടായിരുന്നു. അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് ആകെ അറിയാൻ എന്തായിരുന്നു? 24 സ്റ്റുഡന്റിന്റെ ആവറേജ് 40 ആണെന്ന് അറിയാം. പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതിലേതോ ഒരു കുട്ടിയുടെ മാർക്ക് എൻട്രി ചെയ്തിരിക്കുന്നത് 62 ആയിരുന്നു അവരുടെ ആക്ച്വൽ മാർക്ക്. പക്ഷെ എൻട്രി ചെയ്ത് എത്രയായിരുന്നു? 48 ആയിരുന്നു. അപ്പൊ 62 പകരം 48 എൻട്രി ചെയ്ത് പോയി. അതുപോലെ തന്നെ വേറൊരു സ്റ്റുഡന്റിന്റെ 36 ആയിരുന്നു അവരുടെ ആക്ച്വൽ വാല്യൂ മാർക്ക്. പക്ഷെ അതിന് പകരം 74 ആണ് എൻട്രി ചെയ്തത്. ഇങ്ങനെ രണ്ട് റോങ് എൻട്രി കൊണ്ടാണ് അവരുടെ ആവറേജ് എത്രയായത്? 40 ആയത്. എങ്കിൽ ഇതിനെ കറക്റ്റ് ആക്കിയാൽ അവരുടെ കറക്റ്റ് ആവറേജ് എത്രയാണ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കുക? എളുപ്പമായിട്ടുള്ള മെത്തേഡും ഉണ്ട്, സാധാ ഒരു ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്. ഞാൻ രണ്ടും പറയാം. ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ആവറേജിന്റെ ബേസിക് ഫോർമുല വെച്ച് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള സാധാ രീതിയിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡ് ആദ്യം പറയാം. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ വേഗം നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? ഇവരുടെ ടോട്ടൽ സം നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് സം കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയായിരുന്നു? നമുക്ക് ആവറേജ് അറിയാൻ നമ്പർ അറിയാം. ആവറേജിന് നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ടോട്ടൽ സം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 24 സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് റോങ് ആയിട്ടുള്ള ഇനിഷ്യൽ ബാർ ടോട്ടൽ മാർക്ക് എത്ര കിട്ടും നോക്കാം. ടോട്ടൽ എത്രയായിരുന്നു? 24 × 40 അല്ലേ? 24 × 4 എത്ര കിട്ടും? 96 കിട്ടും. 916 കിട്ടും അല്ലേ? അപ്പൊ അവരുടെ ടോട്ടൽ മാർക്ക് നമുക്ക് എത്ര കിട്ടി? 96 കിട്ടി. ഇനി നോക്കുന്നു, ബട്ട് ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് മാർക്സ് ഓഫ് ഓൺ സ്റ്റുഡന്റ് ഹാഡ് ബീൻ എൻറ്റേഡ് റോങ്ലി ആസ് 48. ഇനി നമുക്ക് നോക്കാം, റോങ് ആയിട്ട് എൻട്രി ചെയ്ത മാർക്കെല്ലാം ഇപ്പൊ എൻട്രി ചെയ്ത് 960 റോങ് ആയിട്ടുള്ള മാർക്ക് കൂടെ എൻട്രി ചെയ്തിട്ടല്ലേ 960 ആയത്. അങ്ങനെയാണെങ്കിൽ ഈ 960യിൽ നിന്നും ഈ പറയുന്ന റോങ് ആയിട്ട് എൻട്രി ചെയ്ത മാർക്കുകളെല്ലാം കുറച്ചിട്ട് ആക്ച്വൽ ഉള്ള കറക്റ്റ് ആൻസർ എടുത്ത് ആഡ് ചെയ്ത് അപ്പം കറക്റ്റ് ആയിട്ടുള്ള സം കിട്ടില്ലേ? അതിന്റെ ആവറേജ് എടുത്താൽ പോരെ. ഇതാണ് നമ്മുടെ ബേസിക് ട്രഡീഷണൽ മെത്തേഡ്. അതായത് നമ്മൾ ഇപ്പോഴുള്ള കറണ്ട് ആയിട്ടുള്ള എന്ത് ചെയ്തു? ടോട്ടൽ എടുത്തു. അതിൽ നിന്നും നമ്മൾ റോങ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇതിന് റോങ് ആണെന്ന് ഡൗട്ട് വരരുത്. 48 ഇൻസ്റ്റെഡ് ഓഫ് 62 എന്ന് പറഞ്ഞാൽ 62 ആണോ റോങ്, 48 ആണോ റോങ് എന്ന് ഡൗട്ട് വരരുത്. 48 ഇൻസ്റ്റെഡ് ഓഫ് 62 ഓഫ് 62 ഓഫ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന നമ്പറാണ്. അപ്പൊ 62ന് പകരം നമ്മൾ എന്തെടുക്കുക? 48 എടുത്തു പോയി. 62 വരെ 48 എടുത്തു പോയി. അപ്പൊ എടുത്തു പോയതല്ലേ റോങ് ആയി പോയത്. അപ്പൊ ആൾറെഡി ഇവിടെ 48 റോങ് നമ്പർ ആണ്. പ്ലസ് ഇനി ഒരു റോങ് നമ്പർ കൂടെ വരുന്നല്ലോ, 74 ഇൻസ്റ്റെഡ് ഓഫ് 36. ആക്ച്വലി 36 ആയിരുന്നു, പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? 74 ആഡ് ചെയ്തു. അപ്പൊ അവിടുത്തെ റോങ് നമ്പർ ആരായിരുന്നു? 74 ആയിരുന്നു. അപ്പം ഈ 960യിൽ നിന്ന് ഈ വാല്യൂ കുറച്ചാൽ ഈ റോങ് നമ്പർ കഴിച്ചിട്ടുള്ള നമ്പറായി. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ആക്ച്വൽ നമ്പർ ആഡ് ചെയ്താൽ മതി. 62ഉം 36ഉം ആഡ് ചെയ്താൽ ആ നമ്പർ സമ്മിന്റെ ആവറേജ് എടുത്ത് കറക്റ്റ് ആവറേജ് കിട്ടി. നോക്കാം നമുക്ക് വേഗം എത്ര ആൻസർ കിട്ടുന്നത്. 960 മൈനസ് 48 പ്ലസ് 74 എത്ര കിട്ടും? 8 പ്ലസ് 4 12 കിട്ടി. 8 പ്ലസ് 4 12 കിട്ടി. 122 കിട്ടി. അതായത് 74 പ്ലസ് 48 122 കിട്ടി. ഇനി ഈ 960യിൽ നിന്ന് 122 കുറയ്ക്കണം. ഇനി നമുക്ക് കുറയ്ക്കാനൊക്കെ അറിയാം. എങ്ങനെയായിരുന്നു നമ്മൾ 960യിൽ നിന്ന് 122 കുറയ്ക്കുന്നത്? ഒരു 2ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 0 കിട്ടും? 2 പ്ലസ് 8 0 കിട്ടും. റിമൈൻഡർ 1. ആ റിമൈൻഡർ 1 കൂടെ 2ന്റെ കൂടെ ആഡ് ചെയ്തു. 2 പ്ലസ് 1 3 കിട്ടി. 3ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 6 കിട്ടും? 3 പ്ലസ് 3 6 കിട്ടി. 1ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 9 കിട്ടും? 8 ആഡ് ചെയ്താൽ 9 കിട്ടും. നമുക്ക് ആൻസർ കിട്ടി 838 കിട്ടി. ഇനി ഈ 838ന്റെ കൂടെ ആക്ച്വൽ വാല്യൂസ് ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന്റെ കൂടെ ആക്ച്വൽ വാല്യൂസ് എത്രയായിരുന്നു? ഏതൊക്കെയായിരുന്നു ആക്ച്വൽ ആയിട്ടുള്ളത്? ഒരു 62 ഉണ്ടായിരുന്നു, പ്ലസ് ഒരു 36 ഉണ്ടായിരുന്നു. ഇത് ആഡ് ചെയ്താൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ടോട്ടൽ വാല്യൂ കിട്ടും. കറക്റ്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടും നോക്കാം. എങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് നോക്കാം. 8 പ്ലസ് 2 പ്ലസ് 6 8 പ്ലസ് 2 10 പ്ലസ് 6 16 കിട്ടി. റിമൈൻഡർ 1 ആഡ് ചെയ്തു. 4 പ്ലസ് 6 10 പ്ലസ് 3 13 കിട്ടി. വീണ്ടും റിമൈൻഡർ 1 8 പ്ലസ് 1 9 കിട്ടി. 936 കിട്ടി. അപ്പൊ നമുക്ക് സം എത്ര കിട്ടി? 936 കിട്ടി. എങ്കിൽ ഈ 936ന്റെ ആവറേജ് ആയിരിക്കും എന്ത്? നമ്മുടെ കറക്റ്റ് ആവറേജ്. എങ്കിൽ കറക്റ്റ് ആവറേജ് എത്ര കിട്ടും നോക്കാം. ഇതിന്റെ കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ കറക്റ്റ് ആവറേജ് ഈ 936 ഡിവൈഡ് ബൈ നമ്മുടെ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു? 24 അല്ലേ? 936/24 ചെയ്താൽ മതി, ആവറേജ് കിട്ടും. അതായത് ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ കറക്റ്റ് ആയിട്ടുള്ള ടോട്ടൽ വാല്യൂ.
ടോട്ടൽ വാല്യൂ കിട്ടി. ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് കിട്ടും. കറക്റ്റ് ആവറേജ്. ആ ഒരു ഐഡിയ മനസ്സിലായ എന്താണെന്ന്? അതായത് ഇത് റോങ് നമ്പർ ആയിരുന്നു 960. റോങ് നമ്പർ ആഡ് ചെയ്തപ്പോൾ വാല്യൂ ആയിരുന്നു 960. നമ്മൾ ആ റോങ് നമ്പർ ആഡ് ചെയ്ത സമ്മിൽ നിന്നും റോങ് നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്തു, എന്നിട്ട് ആക്ച്വൽ നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്, കറക്റ്റ് സം നമുക്ക് കിട്ടി 936 കിട്ടി. എങ്കിൽ ഈ 936ന്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ പോരെ നമുക്ക് കറക്റ്റ് ആവറേജ് കിട്ടാൻ? 936/24 ചെയ്താൽ പോരെ? എങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. എങ്ങനെയായിരിക്കും കിട്ടുന്നത്? 936/24 ഒരു 936/24 ചെയ്ത് നോക്കാം. 24ന്റെ 4 കിട്ടും 96 ആയി പോകും. പക്ഷെ 93 ഉള്ളൂ. അപ്പൊ 24ന്റെ 3 ചെയ്യാം. 24ന്റെ 3 എത്ര കിട്ടും? 72 കിട്ടും. അപ്പൊ 72 നമ്മൾ 93ൽ നിന്ന് കുറയ്ക്കുന്നു. 3 - 2 1 കിട്ടി. ഇനി 9 - 7 എത്ര കിട്ടി? 2 കിട്ടി. 21 കിട്ടി. 216 ആയി. ഈ 216ൽ 24ന്റെ എത്ര മൾട്ടിപ്പിൾ വരും? ഓക്കെ, ആലോചിച്ച് നോക്കിയേ. 216 240 ആയിരുന്നെങ്കിൽ 10 ടൈംസ് ആവത്തില്ലായിരുന്നു? 240 ആണെങ്കിൽ 10 ടൈംസ് ആവും. അപ്പൊ 216 വെച്ചാൽ 10 ടൈംസിനേക്കാൾ കുറച്ച് കുറവ്. എങ്കിൽ 4ന്റെ എത്ര മൾട്ടിപ്പിൾ ആയിരിക്കും 6 ആവുന്നത്? 4 × 9 അല്ലേ 36. അപ്പൊ 9 ടൈംസ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. എങ്കിൽ 9 ടൈംസ് ആണെന്ന് നോക്കിയാൽ എത്ര കിട്ടും? 9 × 4 എത്ര കിട്ടും? 36 കിട്ടും. 6 3 റിമൈൻഡർ. ഇനി വീണ്ടും 9 × 2 18 + 3 21. കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്താൽ വേഗം നമുക്ക് ഡിവിഷനും ചെയ്യാൻ പറ്റും. അതായത് 216 കാണുമ്പോഴേ അപ്രോക്സിമേറ്റ്ലി 10ന് അടുത്തുള്ള നമ്പർ, അല്ലെങ്കിൽ നമ്മൾ 124 24 224 48 324 72 അങ്ങനെ പറഞ്ഞ് ചെയ്യരുത്. നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്യുക. 240 ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു? 10 ടൈംസ് ആയിരുന്നു. അപ്പൊ 216 വെച്ചാൽ 10 ടൈംസിനേക്കാൾ കുറച്ച് കുറവ്. അത് നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾ 6 ആവുന്ന എത്രയാണ്? 9 വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആവും. എങ്കിൽ 9ന്റെ വെച്ച് ചെയ്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. 216 വരുമ്പോൾ എത്ര കിട്ടും? 39 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ കറക്റ്റ് ആവറേജ് എത്ര കിട്ടും? 39 കിട്ടും. അവരുടെ കറക്റ്റ് ആവറേജ് എത്ര കിട്ടും? 39 തന്നെ കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 40 ആയിരുന്നു ആവറേജ് കിട്ടിയിരുന്നത്. പക്ഷേ അവരുടെ കറക്റ്റ് ആവറേജ് എത്രയായിരുന്നു? 39 ആയിരുന്നു. ഈ 40 കിട്ടിയത് 2 റോങ് നമ്പർ എന്ന് എറർ വന്ന് സംഭവിച്ച് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 40 കിട്ടിയത്. അതിനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ആവറേജ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 39 കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്നാണ് നോക്കാം. എന്തായിരുന്നു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്? നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ. ഇതിനകത്ത് നമ്മൾ ഒരു എറർ വന്ന കാര്യം പറയുന്നില്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. ഇവിടെ എന്തായാലും 62ന് പകരം 48 എഴുതിപ്പോയി എന്നല്ലേ പറയുന്നത്? എങ്കിൽ നമ്മൾ ആ എറർ ഉള്ള പോർഷൻ മാത്രം ചെയ്താൽ മതി. ഫുൾ എടുത്ത് ചെയ്യേണ്ട, എറർ ഉള്ള പോർഷൻ മാത്രം ചെയ്യുന്നു. അതായത് 62ന് പകരം 48 എടുക്കുന്നു. എങ്കിൽ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? ആക്ച്വലി 62 ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷേ അതിന് പകരം ഞാൻ 48 എടുത്തു. 48 തെറ്റല്ലേ? അപ്പൊ ആൾറെഡി ഞാൻ 48 വരെ എടുത്തിട്ടുണ്ട്. ഇനി അതിനേക്കാൾ എക്സ്ട്രാ കുറച്ചും കൂടി അധികം എടുത്താൽ പോരെ? എങ്കിൽ എക്സ്ട്രാ ഇനി എത്ര അധികം എടുക്കണമായിരിക്കും 62 ആകണമെങ്കിൽ? അത് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? ആ ഒരു മൈൻഡിലേക്ക് എത്തിക്കുക. അതായത് 48 ആണ് ഇപ്പോൾ എടുത്തത്, പക്ഷെ 62 ആയിരുന്നു ആകേണ്ടത്. എങ്കിൽ 48 പ്ലസ് എത്രയാണ് 62? 48 + 10 58 + 4 62. ഒരു +14 കൂടി ആഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. അതായത് 62 ആയിരുന്നു എടുക്കേണ്ടത്, നമ്മൾ 48 ആണ് എടുത്തത്. എങ്കിൽ അധികം എത്ര എടുക്കണം കറക്റ്റ് ആകണമെങ്കിൽ? അധികം ഒരു 14 എടുത്താൽ മതി. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഒരു 74 ആയിരുന്നു എടുത്തത്, പക്ഷെ ആക്ച്വലി എത്രയായിരുന്നു? 36 ആയിരുന്നു. എങ്കിൽ 36 ആയിരുന്നു എടുക്കേണ്ടത്, പക്ഷേ അവിടെ എടുത്ത് എത്രയായിരുന്നു? 74 ആണ് റോങ് ആയിട്ട് എൻറ്റർ ചെയ്തത്. എങ്കിൽ എത്രയായിരിക്കും കുറയ്ക്കേണ്ടത്? എന്നുവെച്ചാൽ ആക്ച്വൽ വാല്യൂനേക്കാൾ എത്ര കുറയ്ക്കണമായിരിക്കും? 36 + 36 72. 36 + 38 ആണെന്ത്? ഈ പറയുന്ന 74. അപ്പം ഒരു 38 നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇവിടെ എത്രയായിരുന്നു? ഒരു 14 നമ്പർ കൂട്ടണം. എങ്കിൽ എഫക്റ്റീവ്ലി ഇവിടെ എന്ത് സംഭവിക്കുന്നു? എന്താണ് എത്ര നമ്പർ കൂട്ടണം കുറയ്ക്കണം നോക്കിയാൽ പോരെ? എഫക്റ്റീവ്ലി എത്ര നമ്പർ കൂട്ടണമായിരിക്കും കുറയ്ക്കണമായിരിക്കും? ഒരു -38 ഉണ്ട്, ഒരു +14 ഉണ്ട്. നമുക്ക് നോക്കാം. 38 14 കുറയ്ക്കുന്നു. 2 കിട്ടി, 22 കിട്ടി. അതായത് ഏതെങ്കിലും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുന്നു, എന്നിട്ട് വലുതിന്റെ സിമ്പൽ കൊടുക്കുന്നു. പഴയ നമ്മൾ പണ്ട് അവിടെ പഠിച്ചിട്ടില്ലേ? 2 നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണ്ട, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കുക. ആൻസറായി. 38 - 14 നമുക്ക് എത്ര കിട്ടും? 22 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 22 അല്ല 24 കിട്ടും. 8 - 4 അല്ലേ? അപ്പൊ 24 കിട്ടും. അപ്പം 24 ആയി. അപ്പം ഈ ഒരു 24 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആക്ച്വലുള്ള വാല്യൂനേക്കാൾ കുറഞ്ഞു വന്നത്.
എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ എൻട്രി ചെയ്തതിനേക്കാൾ ഒരു 24 നമ്പർ കുറച്ചെങ്കിലേ നമ്മുടെ ആക്ച്വൽ വാല്യൂ സം കിട്ടുള്ളൂ. നമുക്ക് ആക്ച്വൽ സം അല്ല ചോദിച്ചത്, നമുക്ക് എന്ത് വേണ്ടത്? ഫൈൻഡ് ആവറേജ് എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ആവറേജ് പോരെ. അപ്പൊ ഈ 24 എന്ന് പറയുന്നതിന്റെ ആവറേജ് എടുത്തിട്ട് അത് പഴയ ആവറേജിൽ നിന്ന് കുറച്ചാൽ മതി. ഇവിടെ സമ്മാണ് ചോദിക്കുന്നെങ്കിൽ കറക്റ്റ് ഫൈൻഡ് കറക്റ്റ് സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നേരത്തെ ഉള്ള സം കണ്ടുപിടിക്കുന്നതിന് 24 കുറച്ചാൽ ആൻസറായി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്, നമുക്ക് വേഗം ആൻസർ എത്തിക്കണ്ടേ. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എറർ സംഭവിച്ചു. ആക്ച്വൽ ഉള്ള വാല്യൂനേക്കാൾ ഒരു 24 നമ്പർ കുറവ് വന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആവുള്ളൂ. എങ്കിൽ 24 നമ്പർ കുറവ് വരുന്നതിന്റെ ആവറേജ് എത്രയാണ് നോക്കാം. നമുക്ക് ഇനി 24 നമ്പർ കുറയ്ക്കണം എങ്കിൽ അതിന്റെ ആവറേജ് എടുക്കുന്നു. ആ കുറയ്ക്കുന്ന നമ്പറിന്റെ ആവറേജ് എടുക്കുന്നു. ഇവിടെ എത്ര നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്? 24 സ്റ്റുഡന്റ് അല്ലേ. അപ്പൊ 24/24 എടുത്താൽ ആവറേജ് ആയില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ആക്ച്വലി ഇവിടെ എൻട്രി ചെയ്തതിനേക്കാൾ ഒരു 24 നമ്പർ കുറച്ചെങ്കിലേ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 24 കുറച്ചാൽ മതി. നമുക്ക് മനസ്സിലായി. പക്ഷെ കറക്റ്റ് വാല്യൂ അല്ല നമുക്ക് വേണ്ടത്, കറക്റ്റ് ആവറേജ് ആണ് വേണ്ടത്. അപ്പൊ കുറയ്ക്കാനുള്ള വാല്യൂയിൽ നിന്നും അതിനെ ആവറേജ് ആക്കിയാൽ മതി. ആവറേജ് ആക്കാൻ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഉണ്ട്? വാല്യൂ ബൈ നമ്പർ ചെയ്താൽ പോരെ. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 24 നമ്പർ തന്നെയായിരുന്നു. അപ്പൊ -24/24 നമുക്ക് എത്ര കിട്ടും? -1 എന്ന് കിട്ടും. അതായത് കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിൽ നിന്നും ഒരു 1 കുറച്ചാൽ നമുക്ക് കറക്റ്റ് ആവറേജ് കിട്ടും. 40 - 1 എത്ര കിട്ടും? 39 കിട്ടും. അപ്പൊ ഇത്രയും ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത നമുക്ക് അത്രയും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ജസ്റ്റ് നമ്മളൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാവുന്ന കാര്യമുള്ളൂ. എന്തായിരുന്നു? ഓരോ സ്റ്റെപ്പിലും എത്രയാണ് കൂടേണ്ടത് കുറയേണ്ടത് നോക്കുന്നു. അവിടെ 62 പേരുടെ അടുത്ത് നമ്മൾ 48 ചെയ്തു. എക്സ്ട്രാ എത്ര വന്നു? ഒരു 14 വന്നു. അതൊരു +14 ആയിട്ട് മാറ്റി വെച്ചു. ഇവിടെയാണെങ്കിലോ 36 എൻട്രി ചെയ്യേണ്ട പകരം 74 എൻട്രി ചെയ്തു. കുറച്ച് അധികം എൻട്രി ചെയ്ത് കളഞ്ഞു. പക്ഷെ അത്ര എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു 38 നമ്പർ കുറച്ച് എൻട്രി ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഒരു -38 ഒരു 13 നമ്പർ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ 38 നമ്പർ കുറച്ചെങ്കിലും ആൻസർ കിട്ടൂ. ഇവിടെ നമ്മൾ 40 നമ്പർ കൂട്ടിയെങ്കിലും ആൻസർ കിട്ടൂ. അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുന്നു. എഫക്റ്റീവ്ലി നമുക്ക് 24 നമ്പർ കുറച്ചെങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഒരു 24 നമ്പർ കുറച്ചെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ആ 24 നമ്പർ കുറച്ചിട്ട് ആ സമ്മിൽ നിന്ന് കുറച്ചിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നതിന് പകരം ഈ കുറയ്ക്കേണ്ട വാല്യൂന്റെ ആവറേജ് മാത്രം എടുത്താൽ മതി. കുറയ്ക്കേണ്ട വാല്യൂ എത്രയായിരുന്നു? 24 ആയിരുന്നു. അതിന്റെ ആവറേജ് എടുക്കുന്നു. 24 നമ്പർ 24 -1 ഒരു ആവറേജ് നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിനേക്കാൾ ഒരു ആവറേജ് കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിക്വയർഡ് ആവറേജ് ആവും. നമുക്ക് വേറെ സമ്മോ ഒന്നും കണ്ടുപിടിക്കേണ്ട. ജസ്റ്റ് ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ തന്നെ ആൻസർ കിട്ടും. വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. ജസ്റ്റ് 2-3 സ്റ്റെപ്പ് മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു മെത്തേഡും കൂടി ഓർത്തിരിക്കണം. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു തരാം. ആവറേജ് മാർക്സ് ഓഫ് 20 സ്റ്റുഡൻസ് കാൽക്കുലേറ്റഡ് ആസ് 50, but it was later found that marks of one student had been entered wrongly as 45 instead of 65 and another as 68 instead of 56. And the third person entered wrongly as 48 instead of 60. Find the correct average. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ 2 പേരുടെ ആയിരുന്നു റോങ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ എത്ര പേരുണ്ട്? 3 പേരുടെ റോങ് ആയിട്ടുണ്ട്. നിങ്ങൾ വേഗം ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്നെടുത്ത് എളുപ്പ വഴിയിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി, വേഗം ചെയ്യാൻ പറ്റുമോ നോക്കി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പം ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആൻസർ കിട്ടണം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായി നിങ്ങൾക്ക് പഠിച്ച നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കൂ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് എറർ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിക്കാതെ അതിന് മുമ്പിട്ടേ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങളുടേതായ മെത്തേഡ് ചെയ്തിട്ട് അത് ഞാൻ ചെയ്യുന്നതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആവറേജ് മാർക്ക് ഓഫ് 20 സ്റ്റുഡൻസ് കാൽക്കുലേറ്റഡ് ആസ് 50. ആൾറെഡി ഒരു 20 സ്റ്റുഡന്റിന്റെ ആവറേജ് എന്തായിട്ടുണ്ട്? 50 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പറയുന്നു അങ്ങനെ ആ 50 ആക്കി വെച്ചതിനകത്ത് നോക്കുമ്പോൾ ഒരു 3 പേരുടെ മാർക്ക് എൻ്റർ ചെയ്ത് റോങ് ആയിപ്പോയി. ആരുടെയൊക്കെ ആയിരുന്നു? ഒരാൾക്ക് 65 മാർക്കുള്ള ഒരാൾക്ക് 45 ആയിരുന്നു എൻ്റർ ചെയ്തത്. അതുപോലെ തന്നെ 56 ഉള്ള ഒരാളുടെ 68 ആയിട്ടാണ് എൻ്റർ ചെയ്തത്. തേർഡ് പേഴ്സൺ ഒരു 60 മാർക്കുള്ള ആൾക്ക് 48 എൻ്റർ ചെയ്തത്. എങ്കിൽ ഇതിനെ കറക്റ്റ് ആക്കിയാൽ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് എന്തായിരുന്നു ചെയ്തിരുന്നത്? ആദ്യം നമ്മൾ ഇതിന്റെ സം കണ്ടുപിടിക്കുന്നു. 20 × 50 അത് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ എറർ വന്ന മാർക്ക് എററായിട്ട് ആഡ് ചെയ്ത് 45ഉം 68ഉം 48ഉം നമ്മൾ ആ സമ്മിൽ നിന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് മാർക്സ് ഈ 65ഉം ഈ പറയുന്ന 56ഉം 60ഉം അതിനകത്ത് ആഡ് ചെയ്യുന്നു. ആ സമ്മിന്റെ ആവറേജ് എടുക്കുന്നു. ആ സം ഡിവൈഡ് ബൈ
20 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും, കറക്റ്റ് ആവറേജ് കിട്ടും. പക്ഷേ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ എറർ വാല്യൂസ് മാത്രം, ആ ഡിഫറൻസ് മാത്രം എടുത്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എങ്കിൽ ഞാൻ ഒന്നും കൂടി ഈ 3 നമ്പറുള്ളതിൻ്റെ ആ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇവിടെ എന്തായിരുന്നു എറർ? 3 പേർക്ക് എറർ ഉണ്ടായിരുന്നു. ഒരാൾക്ക് എത്രയായിരുന്നു? 65 ഉള്ള ഒരാൾക്ക് 45 ആണ് എൻ്റർ ചെയ്തത്. ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു? 65 ആയിരുന്നു. ബട്ട് എൻ്റർ ചെയ്ത് എത്രയായിരുന്നു? 45 ആണ്. എങ്കിൽ ഈ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത 45-ൽ അഡീഷണൽ എത്ര കൂടി ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് വാല്യൂ ആവും? ഒരു 20 കൂടി ആഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ഓർക്കണ്ട. ആക്ച്വലി 65 ആയിരുന്നു ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ എത്രയാണ് ചെയ്തത്? 45 ആണ് ചെയ്തത്. എങ്കിൽ എക്സ്ട്രാ ഒരു 20 മാർക്ക് കൂടി ആഡ് ചെയ്യണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. ഇനി രണ്ടാമത്തെ പേഴ്സൺ നോക്കാം. ആക്ച്വൽ വാല്യൂ 56 ആയിരുന്നു, പക്ഷേ ഇവിടെ 68 ആണ് എൻ്റർ ചെയ്തത്. 56 ആയിരുന്നു, പക്ഷേ 68 ആണ് എൻ്റർ ചെയ്തത്. എങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വൽ വാല്യൂ 56 ആയിരുന്നു, പക്ഷെ കുറച്ച് ഇവിടെ തരുന്നത് 56-ന് പകരം 68 ആണ് എൻ്റർ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനേക്കാൾ കുറച്ച് കുറവാണ് ആക്ച്വൽ വാല്യൂ. എത്ര കുറവാണ്? 56 + 12 അല്ലേ 68. അപ്പോൾ ഒരു 12 നമ്പർ കുറച്ചെങ്കിലേ ആക്ച്വൽ വാല്യൂ കിട്ടൂ. ഈ ആക്ച്വൽ വാല്യൂവിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ കറക്റ്റ് വാല്യൂ. പക്ഷേ എൻ്റർ ചെയ്തത് 68 ആയിരുന്നു. ഇത് പക്ഷെ തെറ്റാണ്. എങ്കിൽ കറക്റ്റ് ആക്കണം, എന്ത് ചെയ്യണം? ഈ 68-ന് 12 കുറയ്ക്കണം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. തേർഡ് നമ്പർ എത്രയായിരുന്നു? 60 ആയിരുന്നു കറക്റ്റ്, പക്ഷേ 48 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ 60, 48 ഒരു 12 വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ 12 ഒരു അഡീഷണൽ വന്നു. അതായത് നമുക്ക് 60 ആയിരുന്നു വേണ്ടത്, പക്ഷെ 48 ആണ്. അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? നമ്മൾ ഒരു 12 കൂടി ആഡ് ചെയ്തെങ്കിലേ നമുക്ക് 60 ആവുള്ളൂ. 68-ൽ നിന്ന് 12 കുറച്ചെങ്കിലേ 56 ആവുള്ളൂ. 45-ൻ്റെ കൂടെ ഒരു 60 ആഡ് ചെയ്തെങ്കിലേ ഈ പറയുന്ന കറക്റ്റ് വാല്യൂ 65 ആവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തേക്കുക. ഒരു +20 -12 +12 അതായിരുന്നു ഇവിടുത്തെ എറർ വന്ന സംഭവം. ഇനി ഇതിൻ്റെ എല്ലാം കൂടി മീൻ എടുക്കണം. മീൻ എടുക്കാൻ നമ്മൾ നോക്കി, ഇവിടെ +12 -12 വന്നു, അതിനെ ഒഴിവാക്കി. ബാക്കി ഇവിടെ ഒരു +20 ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആവറേജ് എടുക്കണമെങ്കിൽ ഒരു +20 കൂടി ആവറേജ് എടുക്കണം. ഒരു +20 ഉണ്ട്. എങ്കിൽ ഈ +20-ൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ +20 ആവറേജ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 20/20 1 ആവറേജ്. എക്സ്ട്രാ ഒരു 1 ആവറേജ് കൂടി ആഡ് ചെയ്താൽ മതി. ഏതിൻ്റെ കൂടെ? ഈ പറയുന്ന ആവറേജ് 15-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. 51 ആയിരിക്കും എന്ത്? അവരുടെ കറക്റ്റ് ആവറേജ്. 51 ആയിരിക്കും അവരുടെ കറക്റ്റ് ആവറേജ്. അപ്പം ഇത്ര ഈസി ആയിട്ട് നമ്മൾ ജസ്റ്റ് വലിയ കാൽക്കുലേഷൻ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ? നേരത്തെ ചെയ്താലൊക്കെ വലിയ സം എടുത്തു, അതിനകത്ത് കുറച്ചു കൂട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. എന്തായിരുന്നു? നമുക്ക് എൻ്റർ ചെയ്ത വാല്യൂ ആക്ച്വൽ വാല്യൂവിനേക്കാൾ എത്ര കൂടുതലാണ്, എത്ര കുറവാണെന്ന് മാത്രം നോക്കുന്നു. എൻ്റർ ചെയ്ത വാല്യൂ ആക്ച്വലിനേക്കാൾ കൂടുതലാണോ കുറവാണോ? നമ്മൾ ആദ്യം എൻ്റർ ചെയ്തത് ആക്ച്വലിനേക്കാൾ കുറച്ച് കുറവാണ്. എങ്കിൽ എത്ര കുറവാണോ ആ ആഡ് ചെയ്യപ്പെടേണ്ട നമ്പർ നമ്മൾ കൂട്ടുന്നു. അതായത് നമ്മൾ 45 ആണ് എൻ്റർ ചെയ്തത്, പക്ഷേ ആക്ച്വലി നമുക്ക് 65 ആണ് വേണ്ടത്. എങ്കിൽ എത്ര കൂടി ആഡ് ചെയ്യണം? എത്ര കൂടുതൽ ആഡ് ചെയ്യണം? ഒരു 20 കൂടുതൽ ആഡ് ചെയ്യണം. രണ്ടാമത് നോക്കുന്നു, നമുക്ക് 56 മതി, പക്ഷേ 68 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കുറയ്ക്കണം? ഒരു 12 നമ്പർ കുറയ്ക്കണം. ഇവിടെ നോക്കുന്നു, 60 ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്, പക്ഷെ 48 ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇനി കറക്റ്റ് ആൻസർ ആവണമെങ്കിൽ എത്ര കൂട്ടണം? ഒരു 12 നമ്പർ അഡീഷണൽ ആഡ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എഫക്റ്റീവ്ലി എത്ര വരും നോക്കുന്നു. +12 -12 പോയി, ബാക്കി ഒരു 20 ഉണ്ട്. ഈ 20-ൻ്റെ മാത്രം ആവറേജ് എടുത്തിട്ട് അത് നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിനകത്ത് ആഡ് ചെയ്താൽ മതി. നമുക്ക് നേരത്തെ എത്രയായിരുന്നു? 50 ആയിരുന്നു ആവറേജ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആവറേജ് എത്രയായിരുന്നു? 20 ആണ്. എങ്കിൽ ഈ 20-ൻ്റെ ആവറേജ് എടുത്താൽ മതി. 20/20 20 എടുക്കും. കാരണം എന്താ? നമ്പർ ഇവിടെ എത്രയായിരുന്നു? 20 നമ്പർ അല്ലേ. ഇപ്പോഴത്തെ എറർ വന്ന വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ചെയ്താൽ പുതിയ എന്ത് കിട്ടും? ആവറേജ് കിട്ടും. 20/20 30 +1 ആവറേജ് കിട്ടി. എങ്കിൽ ഈ +1 ആവറേജ് നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിനകത്ത് ആഡ് ചെയ്താൽ മതി. 50+ അഡീഷണൽ വന്ന ആവറേജ് 1 എത്ര കിട്ടും? ന്യൂ ആവറേജ് 51 വരും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ട്രഡീഷണൽ മെത്തഡിലും ചെയ്യാം, പക്ഷേ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യരുത്. കാരണം ഇതിനകത്ത് നമുക്ക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് ഈ 20, 12 ഒക്കെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് സപ്പോസ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ആക്ച്വൽ നമ്പർ തന്നെ, ഈ നമ്പർ തന്നെ എന്ത് ചെയ്തത്? ആവറേജ് ആക്കിയത്. സപ്പോസ് ഇവിടെ നമ്മൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ പറയുകയാണ്, തെറ്റിപ്പോകരുത്. കാരണം ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് നമുക്ക് ഈ 65 വരെ അല്ലെങ്കിൽ 45 വരെ വേറെ നമ്പറാണ്, ഒരു 68 ഒക്കെയാണ് വന്നത്, അല്ലെങ്കിൽ 53 ഒക്കെയാണ് വന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഈ സം എടുത്തപ്പോൾ എനിക്ക് 32 ആണ് വന്നതെന്ന് വിചാരിക്കാൻ വേണ്ടി പറയുകയാണ്. കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഈ സമ്മൊക്കെ എടുത്തപ്പോൾ ഒരു 32 വന്നു. എങ്കിൽ ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഈ 32-ൻ്റെ ആവറേജ് എടുത്താൽ മതി. 32-ൻ്റെ ആവറേജ് എങ്ങനെ എടുക്കുന്നത്? 32 ഡിവൈഡ് ബൈ നമ്പർ, 32/20 32/20 ചെയ്താൽ മതി. എത്ര കിട്ടും? ഒരു 1 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ 1.6 സംതിങ് കിട്ടുവാണെങ്കിൽ ഈ 1.6 കൂടി എന്തിനകത്ത് ആഡ് ചെയ്താൽ മതി?
ആവറേജ് 50K ആഡ് ചെയ്താൽ മതി. 50 + 1.6 51.6 ഒരു ഡെസിമൽ വരുമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണോ ആൻസർ അല്ല ബാക്കി വരുന്ന നമ്പർ, ആ നമ്പർ ഡിവൈഡ് ബൈ ഈ പറയുന്ന ആ വാല്യൂ ഡിവൈഡ് ബൈ ഈ നമ്പർ ചെയ്താൽ നമുക്ക് എന്താ എക്സ്ട്രാ ആവറേജ് കൂട്ടണോ കുറയ്ക്കണോ അത് നമുക്ക് കിട്ടും. അതെടുത്ത് നേരത്തെ ആവറേജിനകത്ത് കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ മൈനസ് ആണ് കൂടുതൽ വന്നത്, ഈ +20 വരെ -20 ആണ് വന്നത്, അല്ലെങ്കിൽ പ്ലസ് ഒരു -13 വന്നു, അങ്ങനെയെല്ലാം കൂട്ടിയപ്പോൾ ഒരു -32 ആണ് വന്നെങ്കിലോ ഈ -32/20 -1.6 കിട്ടും. ഈ -1.6 എന്ത് ചെയ്യണം, 50ൽ നിന്ന് കുറയ്ക്കണം. അത്ര എളുപ്പമാണ്, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി എടുക്കുക. 50 - 1.6 48.4 കിട്ടും. ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ എന്ത് ഈ റിക്വയർഡ് ആവറേജ്. അപ്പൊ അത്ര എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും ഈ പറയുന്ന ആവറേജ് മെത്തേഡ്. ഈ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും നോക്കാം. ഈ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം എവിടെയെങ്കിലും ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്ത് ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളൊരു ആവറേജ് റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ പോകെ നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. ഇതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് ആവറേജ് കൺസെപ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമുക്ക് അത് വെച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതിനുവേണ്ടിയാണ് വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തരുന്നത്.